ചിന്തിക്കുന്നത് എന്തും നടക്കുന്ന ഒരു പവർ നമ്മുടെ ബിജുവണ്ണന് കിട്ടി. ആ പവർ കൊണ്ട് പിന്നെ അണ്ണനുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം പടം തുടങ്ങുന്നത് തന്നെ അണ്ണന്റെ ഓട്ട മത്സരത്തിൽ നിന്നാണ്. ഗുരു വന്നാലല്ലേ ജയിക്കുള്ളൂ, അവൻ വരില്ല. അണ്ണൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വരുമ്പോ ഇവന്മാരെ നൈസായിട്ട് പണിയാൻ നോക്കും. വരുന്ന വഴിയിൽ ഒരു കമ്പിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെക്കും. ഒരു ചിത്രശലഭം വന്ന് അണ്ണനെ സഹായിക്കും. ഇതൊക്കെ എന്ത് നുമ്മ കാണിക്കാതെ നോക്കോ. പണിയാൻ വന്നവന്മാരെ എല്ലാം എടുത്തിട്ട് അടിച്ച് പഞ്ഞിക്കിടും. പഞ്ഞിക്കിട്ടതിന് ശേഷം അവിടെ നേരെ ഓടി വന്ന മത്സരത്തിൽ പങ്കെടുത്താണ് ഫസ്റ്റ് ഓങ് അടിക്കും. ഗുരുവണ്ണനെ കുറിച്ച് പറയാനാണെങ്കിൽ അണ്ണൻ ഒരു സകലകല കില്ലാടിയാണ്. അണ്ണൻ നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, പിള്ളേരെ കവിതകൾ പറഞ്ഞു പറ്റിക്കും. നീയും ഞാനും ഒന്ന് ഗാന്ധി പിറന്ന മണ്ണ്, ടീ കടയിൽ നിന്ന് തിന്നു നോക്ക് ബണ്ണ്. അടുത്ത ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോകും. അവിടെയാണ് തോറ്റു കൊടുക്കും. അനിയത്തിയുടെ കല്യാണം നടത്തണം, അതിന് ജയിക്കണം എനിക്ക്. അങ്ങനെ അണ്ണൻ തോറ്റു കൊടുക്കും. അണ്ണൻ തോറ്റു കൊടുക്കുമ്പോ ഇവിടെ ഒരുത്തി കടന്ന് തുള്ളിച്ചാടും. ഞാൻ ജയിക്കാൻ ശ്രമിക്കാതെ തോറ്റു കൊടുത്തതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടമേ. വലിയ കാര്യം ചെയ്തത് ഗുരു. നല്ല പയ്യൻ. ഇവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇവിടെ ഇരുന്ന് പാത്തിരുന്ന് നീക്കും. ഈ കഥകളെല്ലാം കേട്ട് ചേച്ചിക്ക് അണ്ണനോട് കൃഷ്ണം ലവും തോന്നി. ചേച്ചി അണ്ണനെ അവിടെ നിന്ന് ആലോചിച്ച് സ്വർഗത്തിൽ അങ്ങ് എത്തിച്ചേരും. പിന്നെ ചേച്ചി ഗുരുവിന് ലവ് ലെറ്റർ കൊടുത്ത് സെറ്റാക്കി ഇങ്ങെടുക്കും. ചോദിച്ചോട്ടെ, എന്റേത് മാത്രമായി. അവസാനം നീ കരയും മോനെ. അങ്ങനെ അപ്പോഴാണ് സംഭവിച്ചത്. കയ്യൊക്കെ കടകടാ കടന്ന് വിറിക്കും. തലയിൽ കൂടെ മിന്നായം പോലെ എന്തൊക്കെയോ ഇങ്ങനെ പറന്ന് കളിക്കും. അപ്പോഴാണ് അണ്ണന് പവർ കിട്ടുന്നത്. അണ്ണൻ ചിന്തിക്കുന്നത് എന്തും നടക്കും. നിരന്തരമായ കൊച്ചിന് കവിത പറഞ്ഞു കൊടുക്കൽ ശല്യം സഹിക്കാതെ വന്ന ഗുരു ചിന്താശക്തിയിലൂടെ കൊച്ചിനെ തന്നെയുമായി ആദ്യം ഡെഡാക്കും. ബോൾ എടുക്കാൻ മുകളിൽ കയറുന്ന കൊച്ച് മുകളിൽ നിന്ന് താഴെ വീണ് പടവാകും. പാവം ഗുരു അണ്ണൻ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടി കോളേജിൽ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോ ചാക്കാല അടക്കുന്നു. അപ്പോഴാണ് അണ്ണൻ അറിയുന്നത് ഞാൻ ചിന്തിച്ചതെല്ലാം നടക്കുന്നു. ഇതൊന്നും കാര്യമാക്കാതെ പെണ്ണുമായിട്ടാണ് അടിച്ചു പൊളിച്ച് ജീവിക്കും. അപ്പൊ അണ്ണന്റെ പെണ്ണ് വിവരം അറിഞ്ഞ് വീട്ടുകാരെല്ലാം കൂടെ ബന്ധം ഉറപ്പിക്കാനായിട്ട് കുറ്റിയും പറിച്ച് അങ്ങോട്ട് വരും. അങ്ങനെ അവർ വന്ന് ബന്ധം ഉറപ്പിച്ച് തിരിച്ചു പോകുമ്പോഴാണ് അണ്ണന്റെ കാട്ടവരാത ചിന്താ പവർ വീണ്ടും വരുന്നു. ഇത്തവണ അണ്ണൻ ചിന്തിക്കുന്നത് കുറച്ച് കൂടുതലാണ്. ഫാമിലിക്കാണ് അടുത്ത പനി. ഒരേ സമയം 36 വരെ പണിക്കിടാന്നാണ് വിചാരിച്ചത്. അങ്ങനെ നിൽക്കുമ്പം ഇതെങ്ങനെ തകർക്കണമെന്നും പറഞ്ഞ അണ്ണൻ നേരെ വണ്ടി എടുത്ത് വാണം വിട്ട പോലെ അവിടെ വരും. അതേസമയം വണ്ടി അവിടെ ട്രാക്കിൽ കുടുങ്ങി കിടക്കും. അപ്പോഴേക്കും ട്രെയിനിൽ ഇടിച്ചു കയറാൻ നേരത്തിൽ കൊച്ചു വന്നിട്ട് നിലവിളിക്കും, വണ്ടി എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം ഇവിടെ കിടന്ന് ടി വിയും കേട്ട് കിടക്കും. അങ്ങനെ അണ്ണൻ പറന്നു വന്ന് ഓടി വന്ന് ഇവരെ എല്ലാം രക്ഷിക്കും. എടാ മോനെ, ഇത് നിനക്ക് കിട്ടിയ എക്സ്ട്രാ ഒരു പവറാണ്. നീ ഊമ്പിയ കാര്യങ്ങൾ ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ ചിന്തിക്കേ. ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന കാര്യമെന്തോ അത് നടന്നിരിക്കും. പുള്ളിക്കാരൻ ഇങ്ങനെ ഊമ്പി വർത്താനം പറഞ്ഞ് അണ്ണനെ അവിടുന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പെണ്ണിനെ അമ്മയ്ക്കൊക്കെ പരിചയപ്പെടുത്തി അതിന്റെ സന്തോഷത്തിൽ 2 ഡാൻസുകൾ കളിച്ച് അണ്ണൻ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ഇതാ വരുന്നു വീണ്ടും ആ ഊമ്പിയ ചിന്ത. അണ്ണൻ ചിന്തിക്കുന്ന എന്തും നടക്കുമല്ലോ. ഇത്തവണ ചിന്തിക്കുന്നത് കുറച്ചു ഹെവി ആയിട്ടോ. പെണ്ണിനെ തന്നെ അങ്ങ് കൊന്നുകളന്നാലും ഞാൻ ചിന്തിക്കും. ഇവള് ലവ് ലെറ്റർ വന്നപ്പം അന്ന് കൊച്ചു മരിച്ചു. അച്ഛന്റെ ആശീർവാദം കിട്ടിയപ്പം അന്ന് അവര് തന്നെ അപകടത്തിലായി. അമ്മ ആശീർവദിച്ചപ്പം ദാ വരുന്ന അണ്ണനിട്ടുള്ള പണിയെന്ന് കരുതിയ അണ്ണൻ ഇവള് വന്നതിന് ശേഷം ഇതെല്ലാം ഉണ്ടായെന്ന് മനസ്സിലായി അണ്ണൻ അവളെയും തെറ്റിട്ട് നേരെ ബോംബെയിലോട്ട് അങ്ങ് നാടുവിടും. ഇനി ഇവളെ ആരെ കൊല്ലും? ചിന്തിക്കുന്നത് നടക്കണമല്ലോ. ഓൺട്രാ ദേ വരുന്ന അടുത്ത വിജയ്. അവനെ പിടിക്കാൻ പോകുമ്പോൾ ഒരു പാണ്ടിലോറി വന്ന് ഇടിച്ചിട്ട് അണ്ണൻ പടവായി റോഡിൽ കിടക്കും. ഇതാരാ മോനെ? ഇത് പ്രസാദണ്ണൻ. പ്രസാദണ്ണനെ കുറിച്ച് പറയാനാണെങ്കിൽ അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പ്രധാനമായും പെണ്ണ്, പണം, ഇതാണ് മെയിൻ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു പെണ്ണിനെ വലയിലാക്കി പണി പറ്റിച്ച് കൊതിപ്പിച്ച് കടന്നു കളയും. എവിടെ പോണം സാർ? സിറ്റിയിലെ ആദം ജ്വല്ലറിയിലേക്ക് പോ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പ്രസാദ്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല സേട്ടെ. സുഖ സൗകര്യങ്ങൾ ഓടിച്ച് ശീലിച്ചു പോയില്ലേ. അത് പറ്റാത്തത് കൊണ്ടല്ലേ ഫോറിനിലുള്ള ഇന്ത്യക്കാരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം എടുത്ത് തന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് റോൾ ചെയ്യാൻ തന്നത്. സോറി പലിശയ്ക്ക് തന്നത്. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. തരാനുള്ള 1.5 കോടി രൂപ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടണം. ഞാൻ കുറച്ച് കഷ്ടത്തിലാ. പ്രശ്നത്തോട് പ്രശ്നം തന്നെ അവിടെ.
ഇതാ നിന്റെ ഒരു വീക്ക്നെസ്. മൊത്തത്തിൽ ഞാനങ്ങ് വിഴുങ്ങിയാലോ? വേണ്ട വേണ്ട വേണ്ട, ഒരാഴ്ച കഴിഞ്ഞ് നാളെ തന്നെ തന്നേക്കാം. ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി വരുമ്പോ ഗുരുവാന്ന് പറഞ്ഞ് ചേച്ചി പ്രസാദാണ് ഞാൻ കയറിയാൻ പിടിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഗുരു. വാ മുമ്പേ പ്രസാദാണ് ലോട്ടറി അടിച്ച പോലെ അവിടെ കൂടെ പോകും. വാ ഗുരു. വീട് കാണിക്കും, തന്തയെ കാണിക്കും. ഇവനായിരുന്നു അച്ഛൻ. ഈ മട്ടിൽ അണ്ണ അന്തം വിട്ടിരിക്കുമ്പോൾ ചേച്ചി TV ഓണാക്കി ഗുരുവിനെ കാണിച്ചു കൊടുക്കും. ചോദിച്ചു പോയവൻ ഓമ്പി. ഈ പൊട്ടൻ സ്വത്ത് മൊത്തം എഴുതി കൊടുക്കും. ബട്ട് പ്രസാദാണ് അത് കീറിക്കളയും. കയ്യോ ഒപ്പിടാനറിയില്ല. ഒപ്പേ ഗുരുവിന്റെ ഒപ്പം എണ്ണം ഇടാനറിയില്ല. ഈ സ്വത്തിന് വേണ്ടിയാണോ ഞാൻ സ്നേഹിച്ചത്? സേട്ട്, പേപ്പർ മാത്രമേ ഞാൻ കീറിക്കളഞ്ഞുള്ളൂ, പക്ഷെ അവരുടെ മനസ്സിൽ ഞാൻ നന്നായി പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ വിശ്വാസം പറ്റി വീണ്ടും മുന്നോട്ട് പോകും. അപ്പോ ഉണ്ടറാ ഗുരുവണ്ണന് ബോധം വരും. ഇവിടെ കല്യാണം ഉറപ്പിക്കൽ തുടങ്ങി. അണ്ണൻ ഫോണെടുത്ത് വിളിക്കും. ഹോസ്പിറ്റലിൽ ചാടി ചെന്നൈ മാളിൽ വരും. അവിടെ വെച്ച് വില്ലനും നായകനും മുഖാമുഖം കാണും. പണം 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 കൊണ്ട് എല്ലാം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോടാ? ഞാൻ ജനിച്ചത് തങ്കത്തൊട്ടിലാടാ, പക്ഷെ 10 നിമിഷം കൊണ്ട് കുപ്പത്തൊട്ടിയിൽ വീണു. കാരണം പണം. താങ്കളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് വെളിപ്പെടുത്തണം. പറയൂ മിസ്റ്റർ ജയേഷ്. ഇല്ലം വിഴി അടിച്ചൊരു കുരലിലിട്ട് അടച്ച് പെണ്ണ് വീട്ടിൽ വരുമ്പം താ വന്നിരിക്കുന്ന അമ്മ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാ അറിയില്ല. അഭി, അവനെ വിശ്വസിക്കരുത്, അവൻ ബോംബെക്കാരനാ. ഇതൊന്നും പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കില്ല. കയ്യപ്പെടാൻ ഗുരുവണ്ണം പറയും. ആദ്യം അവനോട് ഒപ്പിടാൻ പറ. പക്ഷെ ഗായ്സ്, ഗുരുവിന്റെ 3 ഒപ്പ് പ്രസാദം ഇട്ടു കൊടുക്കും. അതൊന്നും ചോദിക്കരുത്, കുത്തിയിരുന്ന് പഠിച്ചു കാണാം. ഫ്രണ്ട്സിനും വിശ്വാസം വരത്തില്ല. പ്രസാദം ഗുരുവിന്റെ ഡയറിയൊക്കെ വെച്ച് നമ്മൾ ഗുരുവിനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഗുരുവെന്ന് തെളിയിക്കാൻ പിന്നെ ഓട്ട മത്സരമൊക്കെ നടത്തും. അതിലും മൂഞ്ചും. ട്രെയിനിൽ വെച്ച് കണ്ട ആ പെണ്ണിനെ പണി പറ്റിച്ച പോലെ ഇവളെയും പണി പറ്റിക്കാന്ന് കരുതിയ പ്രസാദ് മനഃപൂർവ്വം ജ്യൂസ് എടുത്തൊഴിച്ച് ഡ്രസ്സ് മാറാൻ ഹോട്ടലിൽ കൊണ്ടുപോകും. ദൈവമേ, എല്ലാം നല്ലപടിയാണ് നടക്കണം. അങ്ങനെ അന്ന് ഇവിടെ നടന്ന സംഗതി സൂപ്പർ. ഓൾറെഡി എല്ലാം കഴിഞ്ഞതാണോ? ചേച്ചി സെക്കൻഡ് അന്ന് പ്രസാദ് എടുക്കും. തുടിക്ക പ്ലക്കണം. അന്ന് എന്താ നടന്നതെന്ന് ചേച്ചി ചോദിക്കുമ്പം അന്ന് ഇരുന്ന് പാവം എന്റെ ഗുരു അല്ല. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ഇത് ഗുരുവല്ല പ്രസാദാണെന്ന്. മുമ്പേ പോയി ചേച്ചിയെ കയറി പ്രസാദ് കുടിക്കും. ഇത് കണ്ട് ഗുരുവെന്ന് ഇടിക്കും. പിന്നെ ഇവര് 3 ഇറങ്ങി ഓടും. പൊരിഞ്ഞിടിക്കൊടുവിൽ ഗുരുവണ്ണന്റെ ചിന്താശക്തി ഫലിക്കും. പെണ്ണിനെ ഗുരുവണ്ണം തന്നെ കയ്യടത്തി കുത്തും. ഇവളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ ഗുരുവണ്ണം കൊണ്ടുപോകാൻ വരുമ്പോൾ പ്രസാദ് വന്ന് തലക്കടിച്ച് തന്നെ കുരിയിലിട്ടതിന് ശേഷം അവളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. നിസാര കഴപ്പല്ല. തുടിക്ക പ്ലക്കണം. കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ചേച്ചിന്നേക്കൊരു പൊടി പിടിച്ചിട്ട് പ്രസാദ് വിടും. ഒരു പെണ്ണിനെ വെറും മാംസമായി മാത്രം കാണുന്ന ഏതൊരാണിന്റെ പിറവി പോലും സംശയിക്കേണ്ടതാണ് ഗുരു. അല്ല, ഞാൻ നീ പറഞ്ഞ പോലെ അത്ര തരം തന്നതല്ല. ഇതെല്ലാം കേട്ട് സെന്റിയായ പ്രസാദ് സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോകും. തന്റെ തെറ്റ് മനസ്സിലാകുന്ന പ്രസാദാണ് അവിടെ നിന്ന് ഒരു പണി പോലും കിട്ടാതെ നൈസായിട്ടങ്ങ് മുങ്ങും. അപ്പോ ഉണ്ടറാ അണ്ണനെന്ന് പണി പറ്റിച്ചു വിട്ട പെണ്ണ് തിരിച്ചു വരും. അങ്ങനെ അവരൊന്നിക്കും. അപ്പൊ പടം തീർന്നു. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ അത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ പ്രസവിച്ചാണ് താല്പര്യമുള്ള വിട്ടുകളും നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തെ വേണ്ട. ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. ദെൻ പ്രൊസീഡ് മാൻ. இந்த வீடியோ பிடிச்சிருந்துச்சுன்னா கமெண்ட் பண்ணுங்க, ஷேர் பண்ணுங்க.